ഹലോ ക്യൂട്ടീസ്, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും കാണിച്ചില്ലേ ജേർണലിനൊക്കെ ഉപയോഗിക്കുന്ന ക്ലിയർ ആയിട്ടുള്ള സ്റ്റാമ്പ്സ്, സ്റ്റിക്കേഴ്സ്, ലേബിൾസ്, ഫ്രെയിമൊക്കെ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ ട്രേസിങ് പേപ്പർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ അതിനകത്ത് യൂസ് ചെയ്യും. ഈ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ശകലം എണ്ണ നമ്മൾ സാധാരണ A4 സൈസ് ഷീറ്റിനകത്ത് പുരട്ടിയിട്ട് ശേഷം നമ്മൾ അതിനെ നല്ലവണ്ണം ഡ്രൈ ആക്കി ശേഷം വേണം വരയ്ക്കാൻ. അപ്പം കൂടുതൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പം അത് നമ്മളിപ്പം ലേബിൾസ് നിങ്ങൾക്ക് അറിയത്തുണ്ടെങ്കിൽ നിങ്ങൾ പിൻട്രസ്റ്റിനകത്ത് നോക്കിയാൽ ക്ലിയർ ഫ്രെയിംസ്, ക്ലിയർ ലേബിൾസ് അങ്ങനെ കാണും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ട്രേസ് ചെയ്ത് പേപ്പർ കോപ്പി ആപ്പി വെച്ച് ട്രേസ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നത്. അഥവാ ഇല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിങ്ങനെ വരച്ച് ഏകദേശമൊക്കെ ഷേപ്പ് ചെയ്ത് ഞാൻ ചുമ്മാ വരയ്ക്കാം. ആദ്യം ഔട്ട്ലൈൻ വെച്ച് ശകലമൊന്ന് വരച്ചെടുക്കുകയാണ്. ഇങ്ങനെ ഇഷ്ടംപോലെ ഫ്രെയിംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിനിടയ്ക്ക് നിങ്ങൾ ഒത്തിരി പേര് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് എന്നോട്. അതുകൊണ്ട് ഞാൻ അതും കൂടെ റിപ്ലൈ ചെയ്യാമെന്ന് വെച്ചുകൊണ്ട് അതും കൂടെ വെച്ച് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ കൂടെ ആയിക്കോട്ടെ എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇപ്പം ഞാൻ താമസിക്കുന്നത് ഞങ്ങൾ ഡൽഹിയിലാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഡൽഹിയിൽ തന്നെ സെറ്റിൽഡാണ്. പിന്നെ മാരീഡാണ്. ഫാമിലിയായിട്ട് ഇവിടെ തന്നെയാണ് സെറ്റിൽഡ്. കുട്ടികളുണ്ട്. അപ്പം ഏറ്റവും ഇളയാൾ കുഞ്ഞാളാണ്. അയാൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവൻ്റെയാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് ശബ്ദങ്ങളൊക്കെ. അവർക്ക് കൂടുതൽ ഹിന്ദി സംസാരിക്കാം, മലയാളം ഇച്ചിരിയൊക്കെ അറിയാം. മോൾക്ക് നല്ലോണം അറിയാം. പക്ഷേ അവൻ ഇച്ചിരി കൂടുതൽ ഹിന്ദിയാണ് അവൻ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഹിന്ദി വർത്താനം പറയാം. മലയാളം അറിയാം കേട്ടോ കുറച്ചൊക്കെ. അപ്പോൾ അവനാണ് എൻ്റെ ഇൻസ്പിറേഷൻ, എൻ്റെ ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ ഇൻസ്പിറേഷൻ. സത്യം പറഞ്ഞാൽ ഈ ക്രാഫ്റ്റ് കാര്യങ്ങളൊന്നും ഞാൻ പണ്ടൊന്നും അത്ര ചെയ്യാറില്ലായിരുന്നു. നമ്മുടെ സ്കൂളിലെ പിള്ളേരുടെ ക്രാഫ്റ്റൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എനിക്ക് പണ്ട് തൊട്ടേ ഇങ്ങനെ ഡ്രോയിങ്, സ്കെച്ചിങ് അതൊക്കെ ഇഷ്ടമായതുകൊണ്ട് അതിന് ഒത്തിരി സമയം വേണം. നമ്മളൊരു ഒരു ക്യാൻവാസിലൊക്കെ ഒരു ഡ്രോയിങ് എടുക്കുമ്പോൾ കുറേ സമയമൊക്കെ എടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ചുമ്മാ അതിങ്ങോട്ട് സത്യം പറഞ്ഞ ഈ ചാനൽ നേരത്തെ തുടങ്ങി നല്ലതായിരുന്നു ചിലപ്പം വിചാരിക്കാറുണ്ട്. പക്ഷേ ഓരോന്നിനും ഓരോ സമയമാണ്. നമ്മൾ പറയത്തില്ലേ, കല്യാണം കഴിക്കുന്നതിനും വീട് വെക്കുന്നതിനും ഒക്കെ ഓരോ സമയമുണ്ടെന്ന്, അതുപോലെ ഇതിനൊരു സമയമാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ തുടക്കത്തിൽ നിങ്ങൾ കണ്ടറിയാം കൂടുതൽ ഞാൻ ഈ ഡ്രോയിങ്, സ്കെച്ചിങ് അതാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് അന്നേരം. പക്ഷേ ഇങ്ങനെ യൂട്യൂബ് അതിൻ്റെ സത്യം പറഞ്ഞാൽ യൂട്യൂബിൻ്റെ നമ്മൾ ഈ അംഗൻവാടി പോകുന്ന കൊച്ചിനെ പോലെയാണ് യൂട്യൂബിനകത്ത് ഞാൻ എൻ്റർ ചെയ്തത് സത്യം പറയാമല്ലോ. കാരണം വെച്ചാൽ ഒരു സാധനങ്ങൾ, കാരണം എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ആർക്കും ഈ യൂട്യൂബ് സംബന്ധമായിട്ട് ഒരു കാര്യം അറിയത്തില്ല. ഞാൻ യൂട്യൂബ് വല്ലപ്പോഴും വീഡിയോസ് കാണത്തുള്ളൂ. വല്ല കുക്കിംഗ് വീഡിയോസ് കാണും, വല്ലപ്പോഴും ക്രാഫ്റ്റിൻ്റെ ഡ്രോയിങ് വീഡിയോസ്, അല്ലാതെ യൂട്യൂബിൽ ഞാനങ്ങനെ കാണാറുമില്ലായിരുന്നേ. അപ്പം എനിക്കിതിനകത്ത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വളരേണ്ടത്, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പല യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാർക്ക്, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ നല്ലോണം അറിയാം എന്ത് ചെയ്യണം, എന്ത് സെറ്റിങ്സ്, അതൊക്കെ മോസ്റ്റ്ലി എല്ലാവർക്കും എല്ലാം അറിയാം. എനിക്കാണെങ്കിൽ ABC സത്യം പറയാം ഒറ്റ അക്ഷരം പോലും അറിയത്തില്ലായിരുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പോലും ഞാൻ എങ്ങനെയാണെന്ന് യൂട്യൂബ് വീഡിയോനകത്ത് കണ്ട ശേഷമാണ് ചാനൽ തുടങ്ങിയത്. നിങ്ങളിതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലായിരിക്കും. അല്ലെങ്കിൽ ഈ 25-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ എങ്ങനെ ഈ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്. സത്യം പിള്ളേരെ, എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം കാരണം ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ യൂട്യൂബ് തുടങ്ങണം. ഞാൻ ഓൾറെഡി ഒരു മെഡിക്കൽ പ്രൊഫഷനകത്തുള്ള ആളാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് ഞാൻ പഠിച്ചതും. ഇവിടെ തന്നെ പിന്നെ ഞങ്ങൾ സെറ്റിൽഡായി ഇവിടെ തന്നെ നമ്മുടെ കൊച്ചുങ്ങളായ അങ്ങനെ. അപ്പം ഞാൻ യൂട്യൂബ് സംബന്ധമായിട്ടൊന്നും ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഒരു പാഷൻ എന്ന നിലയിൽ നമ്മൾ ഡ്രോയിങ്ങും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് യൂട്യൂബ് തുടങ്ങിയത്. അപ്പോഴത്തേന് അതിന് റീസൺ തന്നെ എൻ്റെ ഫാമിലി തന്നെ, പ്രത്യേകിച്ച് ഹസ്ബൻഡും പിള്ളേരൊക്കെ പറയും, മാമിക്ക് ഇങ്ങനെ ഉണ്ടാക്കലോ അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ ഉണ്ടാക്കലോ, നീ ഒന്നും തുടങ്ങി വെക്കാം. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് വീഡിയോസ് തുടങ്ങണമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. യൂട്യൂബിനെക്കുറിച്ച് ഞാൻ പഠിച്ച് വന്നപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ 3-4 മാസമായി സത്യം പറയാമല്ലോ. കാരണം നമ്മൾ ഒരു പ്രാവശ്യം ഒരു ചാനൽ തുടങ്ങിയ ആൾക്കാർക്കാണെങ്കിൽ രണ്ടാമത് ഇതിനെക്കുറിച്ച് അറിയാം. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആരെങ്കിലും യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കാം. എനിക്ക് അങ്ങനെ ആരും ചോദിക്കാനില്ലല്ലോ. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഇതിനകത്ത് സെറ്റിങ്സ് എങ്ങനെ, അതിനകത്ത് ഇതെല്ലാം പഠിച്ച് വന്നപ്പോൾ തന്നെ എനിക്ക് 3 മാസമായിരുന്നു സത്യം പറയാമല്ലോ. അത് കഴിഞ്ഞാണ് ഞാൻ ഈ വീട്ടിൽ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി, നമ്മുടെ സ്കൂളിന് വേണ്ടിയൊക്കെ, കൊച്ചിന് വേണ്ടി, മോന് വേണ്ടിയൊക്കെ ഓരോ ക്രാഫ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല എനിക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ. ഞാൻ സത്യമായിട്ട് പറയാം, എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ തോന്നിയില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യങ്ങളും നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കില്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നെക്കൂടെ പറ്റുന്നതാണെങ്കിൽ നമുക്ക്. അപ്പം ചെയ്തപ്പം എനിക്ക് പറ്റിയപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മളിങ്ങനെ സെർച്ച്, എല്ലാവരും എല്ലാവരും എങ്ങനെയാണ് ഈ ക്രാഫ്റ്റിന് വീഡിയോസ് ചെയ്യുന്നത് നോക്കിയപ്പോൾ അവരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോ കാണാൻ ഒത്തിരി ആൾക്കാരില്ലെന്നുള്ളൂ. കാരണം നമ്മൾ പുതിയ ആൾക്കാരാണ്, നമ്മളത്ര വലിയ ചാനലൊന്നും അല്ലാത്തതുകൊണ്ടാണെന്ന്. പക്ഷേ സെയിം തന്നെയാണ് കാണുന്നത്. പിന്നെ എല്ലാവരും ഇപ്പം നമ്മുടെ നിനുഷ ജി ആണെങ്കിലും നമ്മുടെ കടിൽക്കാരുടെ ആൾക്കാർ അവർ പറയുന്നത് ഈ പിൻട്രസ്റ്റിലൂടെയാണ് ഇതൊക്കെ. അപ്പോൾ പിൻട്രസ്റ്റ് ഇങ്ങനെയൊക്കെ കാണാറുണ്ടെങ്കിലും ഞാൻ നോക്കി അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു.
അപ്പം ഞാനും അങ്ങനെ സെർച്ച് ചെയ്തു. അപ്പോൾ അവർ ചെയ്ത പോലെ തന്നെ നമ്മളും അങ്ങനെ സെർച്ച് ചെയ്തു. നമ്മൾ പിന്നെ അതിന് വേണ്ടി സമയം കണ്ടെത്തി. ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സത്യം പറയാലോ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുക എന്ന് തന്നെ പറയാമെന്ന്. എന്ന് വെച്ചാൽ കാരണം നമ്മൾക്ക് വീട്ടിൽ പിള്ളേരുണ്ട്, നമ്മുടെ ഫാമിലിയുടെ കാര്യമൊക്കെ നമുക്ക് ഓരോ പ്രൊഫഷനുണ്ട്. അതെല്ലാത്തിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി ഇപ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ കാണും പിള്ളേർ, ഇതെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്നതല്ലല്ലോ. അപ്പം പക്ഷെ അതിന് വേണ്ടി ഡെയിലി ഒരു വീഡിയോ ഇടുക എന്നൊരു വലിയൊരു ടാസ്ക് തന്നെ എന്നെക്കുറിച്ച് സത്യം പറയാമല്ലോ. പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന സമയം കൊണ്ട് നിങ്ങൾ ഈ 60 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ 2-3 മിനിറ്റ് നമ്മുടെ വീഡിയോ കാണുന്നതിന് അതിന് ചിലപ്പോൾ 3-4 മണിക്കൂറത്തെ നമ്മുടെ കഠിനാധ്വാനം കാണും ചിലപ്പം. ചില വീഡിയോസ് കാരണം ക്രാഫ്റ്റ് വീഡിയോസ് കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്യണം, ചിലത് കുഴപ്പമില്ല ചെയ്യണം. പിന്നെ ഞാൻ ഒരിക്കലും ഇതൊക്കെ നേരത്തെ വീട്ടിൽ ചെയ്ത് സക്സസ് ആയ ശേഷമല്ല നമ്മൾ വീഡിയോ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ അന്നേരമായിരിക്കും ഞാൻ ആദ്യമായിട്ട് ആ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കാണുന്ന ഈ വീഡിയോസൊക്കെ അന്നേരം തന്നെ ചെയ്തെടുക്കുന്ന വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ ഉടനെ തന്നെ ഒരു ഗീവ് അവേ ചെയ്യാം കേട്ടോ. ഗീവ് അവേ ചെയ്യാൻ ഇച്ചിരി കൂടി ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ആയ ശേഷം ഉറപ്പായിട്ടും ഗീവ് അവേ ചെയ്യാം. എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ താങ്ക് യു ഉണ്ട്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക്. അപ്പം നമ്മുടെ പറഞ്ഞ് ഇവിടെ എന്താ പറയേണ്ടത്, നമ്മുടെ ഈ ക്ലിയർ ആയിട്ടുള്ള സ്റ്റാമ്പ്സ് റെഡി ആയിട്ടുണ്ട്. ജേർണലിനകത്ത് കാണത്തില്ല ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരച്ച് നമ്മൾ കൂടുതൽ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കി നമുക്ക് വെച്ചാൽ നമുക്ക് ഇതൊക്കെ ജേർണലിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു Q&A സെക്ഷൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പം എൻ്റെ പ്രോപ്പർ വീട് കോട്ടയമാണ്, കല്യാണം കഴിച്ചത് കൊല്ലത്താണ്. ഇത്രയും കൂടെ പറഞ്ഞേക്കാം, കൂടുതൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. പിന്നെ ഗിവ് അവേയുടെ കാര്യം പറയാമല്ലോ. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കാണണം. സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ എൻ്റെ എഫോർട്ട് എടുത്ത് ചെയ്യുന്നതാണ്. നിങ്ങളെന്നെ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങളെന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ കാണുകയും ചെയ്യുന്നതായിരിക്കുന്നു. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. എന്തെങ്കിലും കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഈ പലതും ആരും കോപ്പി അടിച്ചുണ്ടാക്കുന്നതല്ല കേട്ടോ, എല്ലാവരും ഇൻട്രസ്റ്റിൽ നിന്നൊക്കെ നോക്കിയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ വളരാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് താങ്ക് യു, ബൈ ബൈ.